ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമുക്കിന്ന് നല്ലൊരു സോയാബീൻ ഫ്രൈ എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. ഇത് ഈവനിങ് സ്നാക്സ് ആയിട്ടും കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സോയാബോൾ ഫ്രൈ ആണ്. ഒരു ബൗൾ സോയാബീൻ എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. എൻ്റെ കയ്യിലുള്ളത് തീരെ ചെറിയ സോയാബോൾസ് ആണ് കേട്ടോ. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമുക്ക് ഇതേ മെത്തേഡിൽ തന്നെ ചെയ്താൽ മതിയാകും. 10 മിനിറ്റ് ആയപ്പോൾ തന്നെ സോയാബോൾ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ കാശ്മീരി ചില്ലി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കറി മസാലപ്പൊടിയും, ആവശ്യത്തിന് ഉപ്പും, ഒരു 1/4 സ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1.5 സ്പൂൺ കോൺഫ്ലവറും ഒരു മുട്ട കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. മുട്ട ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ കുറച്ചും കൂടെ ടേസ്റ്റിന് വേണ്ടിയാണ് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 4-5 വെളുത്തുള്ളിയും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ സോയാബീൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കി. ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, കുറച്ച് ഓയിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി അത് കരിഞ്ഞു പോകാതെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. നല്ലൊരു സോയാ ബോൾസ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കോൺഫ്ലവറും മുട്ടയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ പുറമേ ഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഉറപ്പായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ.